ഓപ്പറേഷൻ നുങ്കൂർ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത, അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് മലയാളത്തിലൊരു പ്രശസ്തനായ നടനെ ചോദ്യം ചെയ്യാൻ പോകുന്നത് കേൾക്കുന്നല്ലോ. ചോദ്യം ചെയ്യാൻ പോകുന്നത് മിക്കവാറും NIA ആയിരിക്കും. അതായത് ഈ കേസിൽ NIA ഇടപെടാനുള്ള സാധ്യതകളെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. കാരണം ഹൈക്കോടതിയിൽ EDയുടെ ഒരു കേസുണ്ടായിരുന്നു ഇന്നലെ. കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അഡ്വക്കേറ്റ് ജയശങ്കർ V. നായരെ വിളിച്ചിട്ട് ജയശങ്കർ V. നായരോട് ഹൈക്കോടതി ചോദിച്ചു, ഇപ്പോൾ ഒരു കാറിൻ്റെ ഒരു കേസ് നടക്കുന്നുണ്ടല്ലോ, അതിൽ ED ഇടപെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. കാരണം കസ്റ്റംസാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അപ്പോൾ EDക്ക് അതിനകത്ത് വല്ല വിവരമുണ്ടോ, ED ഇടപെടാൻ ഉള്ള സ്കോപ്പുള്ള കേസാണോ എന്ന് കോടതി ചോദിച്ചു. സാധാരണ കോടതി അങ്ങനെയൊന്നും ചോദിക്കാറില്ല. കോടതികളുടെ മുമ്പാകെ വരുന്ന കാര്യങ്ങളാണ് പരിഗണിക്കാറുള്ളത്. പക്ഷേ കോടതി നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, ടെലിവിഷനിലും TV ഒക്കെ കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയ പോലും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ കോടതി അതിൻ്റെ ക്യൂരിയോസിറ്റി കൊണ്ടോ ആയിരിക്കാം ചിലപ്പം EDയോട് ചോദിച്ചത് ഈ കേസിൽ ED ഇടപെടുമോ എന്ന്. അപ്പോൾ EDയുടെ അഭിഭാഷകൻ പറഞ്ഞു, ഞങ്ങൾ സസൂക്ഷ്മം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് PMLA ആക്ടിൻ്റെ സാധ്യത ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ED ഉറപ്പായും വരുമെന്ന് ഹൈക്കോടതി അറിയിച്ചു. അപ്പോൾ കോടതിക്ക് സാധാരണ നമ്മളൊരു പത്രവാർത്തയൊക്കെ ആയിട്ട് കോടതിയുടെ മുമ്പാകെ എന്നാൽ കോടതി പറയും പത്രത്തിൽ നടക്കുന്ന കാര്യമൊന്നും നമ്മൾ കണ്ടില്ല, കോടതി മുമ്പാകെയുള്ള കടലാസുകൾ മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ എന്നൊരു നിലപാടെടുക്കുന്ന കോടതി ഇന്നലെ സ്വമേധയാ EDയോട് ചോദിക്കുന്നു, നിങ്ങൾ ഇതിൽ അന്വേഷിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഇത് അത്ര നിസ്സാര കാര്യമല്ല, അതീവ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ED പോലും ഇടപെടേണ്ട ഒരു കേസാണെന്ന് ഹൈക്കോടതിക്ക് പോലും തോന്നി എന്നാണ് ഇത് വ്യക്തമാകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മളിപ്പോൾ അന്വേഷിച്ചപ്പോൾ കസ്റ്റംസ് അന്വേഷിക്കുന്ന ഈ കേസിൽ ഇപ്പോൾ ഓൾറെഡി ED ഒരു പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാമത് DRI ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സെൻട്രൽ GST കേന്ദ്ര GST അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിൻ്റെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, പരിവാഹൻ അല്ലേ, പരിവാഹൻ, അതിനകത്ത് മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ട്. അവരുടെ സൈറ്റിൽ കയറി വ്യാജമായ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ED, DRI, സെൻട്രൽ GST, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി അന്വേഷണം തുടങ്ങി. പ്ലസ് കസ്റ്റംസ് 5 കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ എത്ര ഗുരുതരമായ മാനമുള്ള കേസുകളാണെന്ന് നോക്കൂ. ഇതിനകത്തിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ വന്നൊരു വിവരമുണ്ട്. കോയമ്പത്തൂരിൽ 2 കണ്ടെയ്നറുകൾ പിടിച്ചു. 2 കണ്ടെയ്നറുകളിൽ വന്നത് വിദേശത്ത് നിന്ന്, അതായത് ഭൂട്ടാനിൽ നിന്നുൾപ്പെടെ കൊണ്ടുവന്നിട്ടുള്ള കാറുകളുടെ പാർട്സ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഈ കാറുകൾ കൊണ്ടുവരുന്നത് ഈ റോഡ് മാർഗം രജിസ്ട്രേഷൻ മാറ്റി സിമ്മിലെ രജിസ്റ്റർ ചെയ്തിട്ടാണല്ലോ കൊണ്ടുവരുന്നത്. അതുകൂടാതെ കാറുകൾ വാങ്ങിയിട്ട് പാർട്സായിട്ട് അഴിച്ചിട്ട് കണ്ടെയ്നർ കയറ്റിയിട്ട് നാട്ടിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് അസംബിൾ ചെയ്യും. ഓടിച്ചോണ്ട് ഇതില്ല. കണ്ടെയ്നറുകൾ, ഈ പറയുന്ന കണ്ടെയ്നറുകളിൽ സ്ക്രാപ്പ് എന്നും പറഞ്ഞാൽ കൊണ്ടുവരുന്നത്. സ്ക്രാപ്പ് എന്നും പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇത് അഴിച്ച് പരിശോധിക്കുന്നു. അഴിച്ച് ഇവിടെ വന്നിട്ട് റീഫിറ്റ് ചെയ്ത് അസംബിൾ ചെയ്ത് കാറാക്കി ഇവിടെ ഇറക്കി വ്യാജരേഖ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ ഒരു മോട്ടോർ വാഹന കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരിടപാടല്ലേ എന്ന് നമുക്ക് സംശയിക്കാം. അല്ല, ഇതിന് NIA അന്വേഷിക്കേണ്ട സ്കോപ്പുള്ള ഒരു ഡയമെൻഷൻ വന്നിട്ടുണ്ട്. ഒന്ന്, ഭൂട്ടാൻ പട്ടാളത്തിൻ്റെ വാഹനങ്ങൾ, അതുകൂടാതെ ഇന്ത്യൻ ആർമി ഉപയോഗിച്ച വാഹനങ്ങൾ എന്ന പേരിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 2 രാജ്യത്തെ സൈന്യങ്ങളുടെ പേരിൽ ഡോക്യുമെൻറ്റ്സ് ഫോർജ് ചെയ്തുണ്ടാക്കിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഭൂട്ടാനിൽ നിന്ന് ലേലം പിടിച്ച വാഹനങ്ങളുണ്ടാവാം. അതുകൂടാതെ അല്ലാത്ത ഭൂട്ടാൻ വാഹനങ്ങളും ഭൂട്ടാൻ പട്ടാളം ഉപയോഗിച്ചതാണ്. പട്ടാളം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വാഹനങ്ങൾ. എല്ലാ ദിവസവും അതിൻ്റെ പരിശോധനകൾ, കാരണം ഇത് ഈ യുദ്ധഭൂമി മേഖലയിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങളില്ല. അപ്പോൾ അത് എല്ലാ വണ്ടികളും എല്ലാ ദിവസവും അതിൻ്റെ കണ്ടീഷൻസ് ഉറപ്പുവരുത്തുന്ന വണ്ടികളാണ്. നന്നായി, സാധാരണ നമ്മളൊക്കെ 6 മാസം 3 മാസം കൂടുമ്പോഴല്ലേ വണ്ടി സർവീസിനുണ്ട്. ഇതങ്ങനെയല്ല. ഈ വണ്ടികൾ ഈ റൗണ്ട് ദ ക്ലോക്ക് ഫിറ്റാണെന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള പരിശോധനകളും സർവീസും നടത്തുന്ന വണ്ടികൾ. അതുകൊണ്ട് വണ്ടി എപ്പോഴും പുത്തൻ വണ്ടി പോലെയായിരിക്കും. 5 വർഷം കഴിഞ്ഞാലും ആ വണ്ടി ആദ്യ ദിവസം വാങ്ങിയ വണ്ടി പോലെ കണ്ടീഷനായിരിക്കും. ഇതുകൊണ്ടാണ് മിലിറ്ററിയുടെ വാഹനങ്ങളോട് ഇത്ര ക്രൈസ്. പിന്നെ അത് വിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഒരു വാഹനത്തിന് മിലിറ്ററിയുടെ നിയമപ്രകാരം ഒരു വാഹനം 10 വർഷം അല്ലെങ്കിൽ 7 വർഷം കഴിഞ്ഞാൽ
ഉപേക്ഷിക്കണമെന്ന്. ഇപ്പോൾ നമ്മുടെ ഹൈക്കോടതിയിൽ ജഡ്ജിമാരുടെ വാഹനങ്ങളില്ലേ, ഇപ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ നിയമകാര്യ ലേഖനായിട്ട് കേരളമന്ത്രിയുടെ ലേഖനായിട്ട് പോകുന്ന സമയത്ത് ഹൈക്കോടതി ജഡ്ജിമാരുടെ വണ്ടികൾ കോണ്ടസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ലാൻസർ വന്നു. പിന്നെ ആ ലാൻസർ കഴിഞ്ഞിട്ട് വന്നത് ഇന്നോവയാണ്. ഇപ്പോൾ ഇന്നോവ ക്രസ്റ്റയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വണ്ടികൾ ഒരു 4, 5, 6 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ വണ്ടികൾ ലേലത്തിൽ വിൽക്കും. ലേലത്തിൽ വിൽക്കുമ്പോൾ വേറെ കാര്യമുണ്ട്, ഈ വണ്ടികളെ സംബന്ധിച്ച് ഹൈക്കോടതി ജഡ്ജിമാരുടെ വണ്ടികളായതുകൊണ്ട് ഈ വണ്ടികൾ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ആളുകൾക്ക് ഡോക്ടർമാരുടെ വണ്ടി വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരുടെ വണ്ടി ആകുമ്പോഴത്തേക്ക് അങ്ങനെ അലവലാതി ഓട്ടത്തിലൊന്നും പോകുന്നില്ല എന്നൊരു മിഥ്യാധാരണ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടി വിൽക്കുന്നവരൊക്കെ ഞാനതൊക്കെ പദം പറഞ്ഞായിരുന്നു, മിഥ്യാധാരണ. അതുപോട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ 2 രാജ്യത്തെ സൈന്യവുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടാക്കിയിരിക്കുന്നു. മാത്രമല്ല അതിർത്തിയിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന വാഹനങ്ങളിൽ വേറെ എന്തൊക്കെ കടത്തിക്കൊണ്ടുവന്നിരിക്കാം. കള്ളപ്പണം ഉണ്ടാവാം, മറ്റേ നിരോധിക്കപ്പെട്ട വസ്തുക്കളുണ്ടാവാം, ആയുധമുണ്ടാവാം. ഇത്തരം കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് ഇതിന് വല്ലാത്തൊരു മാനം വരുന്നുണ്ട്. അതുകൊണ്ടാണ് NIA ഇൻവോൾവ്മെൻറ്റ് വരുന്നു. NIA ഇൻ്റലിജൻസ് ബ്യൂറോ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. NIA പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കേരളത്തിൽ ഇത് വളരെ പെട്ടെന്ന് പോപ്പുലർ ആവാൻ കാരണം കേരളത്തിലെ നോട്ടബിളായിട്ടുള്ള ഏതാനും താരങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ മറ്റൊന്നുകൂടെ പറയണം. ഈ നമ്മുടെ നടൻ മോഹൻലാലിന് ദാദാ ഫാൽക്കെ പുരസ്കാരം കിട്ടിയ അന്നാണ് ഈ റെയ്ഡ് നടന്നത്. അപ്പോൾ കേരളത്തിൽ ഒരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വൺ ഉൾപ്പെടെ നടത്തിയ ഒരു ക്യാമ്പയിനുണ്ട്. അവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ചർച്ചയിൽ അവരിങ്ങനെ പറയുകയാണ്, അതായത് മലയാളത്തിലെ മഹാനടനായ മോഹൻലാലിന് ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടുമ്പോൾ മറ്റൊരു മഹാനടനായ മമ്മൂട്ടിയുടെ വീട്ടിൽ കേന്ദ്ര ഏജൻസി കയറി റെയ്ഡ് നടത്തുന്നു. അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞിട്ട് ഔട്ട് ഓഫ് ഫോക്കസ് ചെയ്തു. അപ്പോൾ മോഹൻലാലിന് അവാർഡ് കിട്ടുന്ന ആ ദിവസം തന്നെ മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കണമെന്ന് എന്തോ ഒരു താല്പര്യം ആർക്കോ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഈ കളി പോയ പോക്ക് കണ്ടോ? കാരണം ട്വിസ്റ്റ് ചെയ്യാണ്. അതായത് അതിനകത്തൊരു വർഗീയ എലമെൻറ്റ് കൊണ്ടുവരിക. മോഹൻലാൽ ഹിന്ദു ആണെന്നുള്ളത് പറയാതെ പറയുന്ന മോഹൻലാൽ ഹിന്ദുവും മമ്മൂട്ടി മുസ്ലിമും ആയതുകൊണ്ട് തവാട് അവിടെ പാലുകാച്ച് ഇവിടെ എന്ന് പറഞ്ഞതുപോലെ ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചു. ആ നറേറ്റീവ് ബിൽഡിംഗ് വളരെ കൃത്യമായി ഏറ്റു എന്നതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിന് ദാദാ ഫാൽക്കെ പുരസ്കാരം കൊടുത്തതിനെക്കുറിച്ച് വലിയ ആക്ഷേപം, അല്ലേ, കളിയാക്കലൊക്കെ ഉണ്ടായി. ഇതേ മോഹൻലാലിനെ എമ്പുരാൻ സിനിമ വന്നപ്പോഴത്തേക്ക് കൊണ്ടാടിയ ആളുകൾ തന്നെയാണ് മോഹൻലാലിനെ ഇപ്പോൾ ഇകഴ്ത്തുന്നത്. അത് സീനിയോറിറ്റി നോക്കണം. സീനിയോറിറ്റി നോക്കുമ്പോൾ മധുവിന് കൊടുക്കണം, ശ്രീകുമാരൻ തമ്പിച്ചേട്ടനുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടിയും കഴിഞ്ഞിട്ടാണ് മോഹൻലാലിന് അർഹത എന്നാണ് ഈ സീനിയോറിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ ബാക്കി കേരളത്തിലൊഴികെ എല്ലാ സ്ഥലങ്ങളിലും ഈ മോഹൻലാൽ എന്ന പ്രതിഭയ്ക്ക് പുരസ്കാരം കിട്ടിയപ്പോൾ അഭിമാനിച്ചപ്പോൾ കേരളത്തിലാണ് വിദ്വേഷ പ്രചാരണം നടത്തിയത്. പക്ഷേ മമ്മൂക്കയാണെങ്കിലോ ഹൃദയ രക്തം കൊണ്ട് എഴുതിയതുപോലെ മോഹൻലാലിനെ അഭിനന്ദിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുകയും ചെയ്തു. ഇതാണ്. പക്ഷേ ഈ വലിയ വലിയ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ചെറിയ വർഗീയ മനസ്സുള്ള ആൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് വിദ്വേഷം മാത്രം പറയുന്നത്. മാത്രമല്ല അവർ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഈ ചെറിയ ചെറിയ വിദ്വേഷങ്ങൾ മാത്രം ചർച്ച ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, ഈ മീഡിയ വണ്ണിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ചെയ്യുന്നറിയോ? ഇതിപ്പോൾ ദുൽഖർ സൽമാനും പൃഥ്വിരാജും ഒക്കെ ഇങ്ങനെ ചെയ്യുമോ? അവരറിഞ്ഞുകൊണ്ട് ചെയ്യുമോ? ഇത് മാത്രമല്ല, റെയ്ഡ് നടത്തേണ്ട കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ ഈ ഡോക്യുമെൻറ്റ്സൊക്കെ ഹാജരാക്കത്തില്ലേ? അപ്പോൾ അവർ പാവാട. അപ്പം അങ്ങനെ ഇത് അപ്പം വേറെ കാര്യമുണ്ട്. ഇപ്പോൾ ഒരു കേസിൽ പ്രതിയായിരിക്കുന്നത്, ഇപ്പം നമ്മുടെ ഷാജഹാനെതിരെ ഷൈൻ ടീച്ചറിനെതിരെ പോസ്റ്റ് ഇട്ടു, വീഡിയോ ചെയ്തു, ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. ഷാജഹാനോട് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഷാജഹാൻ ചേട്ടാ ആ മൊബൈൽ ഫോൺ ഒന്ന് കൊറിയർ ചെയ്ത് ഇങ്ങോട്ട് അയച്ചേക്കെന്ന് പറഞ്ഞാൽ മതിയായിരുന്നോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല. അപ്പോൾ ഷാജഹാൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി ഈ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തത് കൊള്ളാം, അത് വേണം. പക്ഷേ ദുൽഖറിൻ്റെ വീട്ടിൽ അത് പാടില്ല. അപ്പോൾ പരിശോധനയ്ക്ക് വന്നാൽ അത് ശരിയാവില്ല. മമ്മൂട്ടിയുടെ ഗ്യാരേജിൽ കയറി പരിശോധിക്കുക, അത് ശരിയാണോ? മമ്മൂട്ടി ആക്ഷേപിക്കാൻ. അപ്പം ഈ ചില ആളുകൾ സെലിബ്രിറ്റികളായാൽ അവരെ അങ്ങനെയൊന്നും ചെയ്തുകൂടാ. ഇത് മോഹൻലാലിനെതിരെ ആനക്കൊമ്പിൻ്റെ കേസുണ്ടായപ്പോൾ ഇങ്ങനെയല്ലോ പറഞ്ഞത്. അന്നേരം മൊത്തം ചവിട്ടി മെതിക്കുന്ന രീതിയിൽ. അപ്പോൾ ഇതാണ് പ്രശ്നം. അപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ആരാണ് NIA സ്കാനറിലേക്ക് വരാൻ പോകുന്നത്. ഏതായാലും ഒരു മലയാളത്തിൽ നടൻ ഉണ്ടെന്നല്ല, ഒരു പ്രമുഖ മലയാള നടനെ ഒന്നിലേറെയോ നടന്മാരെ ഈ കേസുമായി EDയും NIAയും ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത് ആരാണെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല, കാരണം അത് പറഞ്ഞ ഉടനെ അത് മനഃപൂർവ്വം നമ്മൾ ആ നടനോടുള്ള വിദ്വേഷം കൊണ്ടാണെന്ന് പറയാം. പക്ഷേ വേറെ കാര്യമുണ്ട്. നമ്മുടെ സിനിമയിലെ ഇപ്പോൾ എനിക്ക് അമിത് ചക്കാലയ്ക്ക് ഞാൻ അങ്ങനെ നടനെ കേട്ടിട്ടില്ല.
അദ്ദേഹം അറിയപ്പെടുന്ന നടനാണോ? അല്ല, അതറിയപ്പെടുന്നല്ലേ, ഏതോ സിനിമയിലൊക്കെ ഉണ്ട്. 3-4 വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല കാശുകാരനല്ലേ? ചിലപ്പോൾ അയാൾ ഈ സിനിമയിലൊക്കെ ചില ആളുകൾ അഭിനയിക്കുമ്പോൾ പ്രതിഫലത്തിന് വേണ്ടി ആയിരിക്കില്ല. നടന്നുള്ള അപ്പോൾ എനിക്ക് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല, മുഖം പോലും എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ പടം ഒന്ന് കണ്ട് നോക്കാം, നമുക്ക് ചിത്രം ഒന്ന് എടുത്ത് നോക്കാം. ഏതായാലും അദ്ദേഹം ഇതിനകത്തുണ്ട്, ദുൽഖർ സൽമാനുണ്ട്, പൃഥ്വിരാജുണ്ട്. അപ്പോൾ പൃഥ്വിരാജിനെയോ ദുൽഖർ സൽമാനെയോ തേടി NIA ED വന്നാൽ ഈ ഇവിടെ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? അവരോടുള്ള വിദ്വേഷം കൊണ്ട് അവരെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുന്നു പറയും. അപ്പം ഈ പറയുന്ന ആളുകൾക്ക് ഈ സംഘപരിവാർ വിരുദ്ധമായ അല്ലെങ്കിൽ BJP വിരുദ്ധമായ, അതുമല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധമായ, അതുമല്ലെങ്കിൽ പാലസ്തീൻ അനുകൂലമായ നിലപാടെടുത്താൽ അവരെ ഏതെങ്കിലും കേസിൽ പ്രതിയാണെങ്കിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. അവർക്കെതിരെ ഒരു റെയ്ഡ് നടത്താൻ വകുപ്പുണ്ടെങ്കിൽ റെയ്ഡ് നടത്താൻ പാടില്ല, അവരെ തൊടാൻ പാടില്ല. അപ്പോൾ ഇവർക്കൊരു ഇമ്മ്യൂണിറ്റി കിട്ടും. കേരളത്തിൽ എന്തെന്നറിയോ? ഈ പറഞ്ഞ 4 ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് മോദി വിരുദ്ധത, BJP വിരുദ്ധത, സംഘപരിവാർ വിരുദ്ധത, പാലസ്തീൻ അനുകൂലം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ കേരളത്തിൽ ചെമ്പല പോലെയാണ്. ചെമ്പല വെള്ളം വിടത്തില്ല. അവരെ പിന്നെ ഒരു ഏജൻസിയും ചോദ്യം ചെയ്യാനോ ഒരു കേസിൽ പ്രതിയാക്കാനോ ഒരു റെയ്ഡ് നടത്താനോ വിളിച്ചു വരുത്താനോ ഒരു നോട്ടീസ് അയക്കാനോ പോലും പറ്റില്ല. പക്ഷേ എന്തായാലും കേരളത്തിലെ നടന്മാർ, ഈ പറയുന്ന പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള നടന്മാർ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണെന്ന് ആരും പറയത്തില്ല. അവർക്ക് ഒരിടപാട് നടക്കുമ്പോൾ നമ്മൾ സിനു ഒരു വണ്ടി മേടിക്കുകയാണെങ്കിൽ ഈ വണ്ടി എവിടെ നിന്നാണ്, ആര് മുമ്പ് ഉപയോഗിച്ചതാണ് എന്ന് തിരക്കില്ലേ? തിരക്കും. സാധാരണ ഏതൊരു മനുഷ്യനും തിരക്കും. മാത്രമല്ല അതിന് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വില ആണ് കിട്ടുന്നതെങ്കിൽ ഇതെങ്ങനെ, എന്തുകൊണ്ട് ഇതിന് ഇത്ര കുറഞ്ഞ വില കിട്ടുന്നു? നമുക്കിത് ലാഭമാണെങ്കിൽ പോലും ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഈ ഡൽഹിയിലെ വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറിയ വണ്ടിയാണ്. അപ്പോൾ ചോദിക്കും, ഒരു വണ്ടി മാർക്കറ്റിൽ 1 കോടി വിലയുള്ള വണ്ടി നിങ്ങൾക്ക് 20 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് പറയുമ്പോൾ വെള്ളം കയറിയ വണ്ടിയാണോ? അല്ല. പിന്നെന്താ ഇത്രയും വില കുറയ്ക്കുന്നത്? അത് സാറേ, ഇത് ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാണ്, അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് ആ ഇടപാടുകാരൻ പറയാതിരിക്കുമോ? ഇല്ല, പറയാതിരിക്കില്ല. കാരണം അല്ലെങ്കിൽ മേടിക്കില്ല. അതാണ് കാര്യം. അല്ലെങ്കിൽ വെള്ളം കയറിയ വണ്ടിയായിരിക്കും. അപ്പോൾ കൃത്യമായി നമ്മുടെ നടന്മാർ നിഷ്കളങ്കരാണ്, അവർ പാവാട എന്ന് സൂര്യൻ പറഞ്ഞ പോലെ പറയാൻ പറ്റില്ല. അപ്പോൾ ഈ വണ്ടികൾ നിയമവിരുദ്ധമായി രാജ്യവിരുദ്ധമായ മാർഗത്തിലൂടെയാണ് വന്നതെങ്കിൽ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റംസിൻ്റെ നേരത്തെ പറഞ്ഞ 5 വേറെ ഏജൻസികൾ കൂടി അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇതിനകത്ത് അങ്ങനൊരു എലമെൻറ്റ് കൂടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. ഇത് രാജ്യവ്യാപകമായി ഇതിനൊരു ലിങ്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു NIA ഒഫൻസിൻ്റെ പരിധിയിലേക്ക് ഇത് വരികയാണ്. കേരളത്തിലെ പ്രമുഖരായ നടനെ NIA വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും എന്നത് ഉറപ്പാണ്. പക്ഷേ അപ്പോൾ പറയാൻ പോകുന്നത് സംഘികൾ പക വീട്ടാനായി NIA വിട്ടു എന്നായിരിക്കും കേരളത്തിലുണ്ടാകാൻ പോകുന്ന നിലവിളി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.